രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആദ്യം മുതൽ തന്നെ ദേവസ്വം മന്ത്രി അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നൊരു കൊള്ളയാണ്, ഒരു ഗൂഢാലോചനയാണ്. ഇപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായതാണ് ഈ മിനിറ്റ്സ് ക്രമരഹിതമായാണ് സൂക്ഷിച്ചത്. ഗുരുതരമായ വിഷയമാണ്. മാത്രമല്ല, വിശ്വാസ യോഗ്യതയില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തിനാണ് ഈ ദ്വാരപാലക പാളി ഇളക്കി മാറ്റുന്നതിനായി ഏൽപ്പിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു നന്ദൻ എന്ന് പറയുന്ന മറ്റൊരാളെ ഏൽപ്പിച്ചു. നന്ദൻ എന്ന പുതിയൊരു കഥാപാത്രം കൂടി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അന്നത്തെ ഭരണസമിതിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു വലിയ കവർച്ച, ഒരു ഗൂഢാലോചന, അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് അന്നത്തെ ദേവസ്വം സെക്രട്ടറി. എല്ലാവരും കോൺഗ്രസ് അനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ. 2 മുതൽ 10 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയിൽ നടന്ന കവർച്ച അതുതന്നെയാണ് അന്വേഷണത്തിൻ്റെ ഈ 3 ആഴ്ച പിന്നിടുമ്പോൾ ഇടക്കാല റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹൈക്കോടതി നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു കാര്യങ്ങളെ? അല്ല, തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു വലിയ തട്ടിപ്പാണ്, വർഷങ്ങൾ നീണ്ട ഒരു തട്ടിപ്പ്. അതിനെ ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്കറിയാമായിരുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. തന്നെയല്ല, മിനിറ്റ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കേണ്ടതാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 2004 മുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനോടകം നിരവധി ഏതാണ്ട് 7-8 ദേവസ്വം ബോർഡ് മാറി വന്നിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്തിന്റെ ഭരണസമിതി ഉണ്ടായിരുന്നു. 2011 മുതൽ 2016 വരെയുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ ബോർഡ് മെമ്പർമാരെയും ഇതിന്റെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും. ഇവിടെ ചില 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ UDFന്റെ ഭരണകാലത്ത് അവിടെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നവർ ചില മാധ്യമങ്ങളിൽ വന്ന് അനാവശ്യമായ രീതിയിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെയും ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരെയും ഒരു തെളിവുമില്ലാതെ കണ്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്വേഷണങ്ങൾ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവരിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഒരു ചെറിയ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 5 വർഷക്കാലത്തേക്ക് മാത്രമുള്ളവർ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുന്നത്? ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടു, ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ധമായിട്ട് ഇവർ വിശ്വസിച്ചതാണോ അതോ അയലുമായിട്ട് ചേർന്ന് മനഃപൂർവ്വമായ ഒരു മോഷണം നടത്തുകയാണോ എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വലിയ ചോദ്യം. അത് ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിലപാടിലൂടെ സ്ഥാപിച്ച SIT അവരുടെ റിപ്പോർട്ടിലും കോടതി നിരീക്ഷണത്തിലും ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നെക്സസ് ആണ് ഈ ശബരിമലയിലെ കൊള്ളയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. റെജി ലൂക്കോസ്, ഇപ്പോൾ ഈ വരുന്ന ഈ നന്ദൻ എന്ന് പറയുന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ട് അതായത് എത്ര സമർത്ഥമായിട്ടാണെന്ന് തോന്നുന്നു ഈ തട്ടിപ്പ് നടത്തുന്നത്. നട തുറന്നിരുന്ന സമയത്താണ് ഈ ദ്വാരപാലക പാളികൾ ഇളക്കി മാറ്റുന്നത്. ഇളക്കി മാറ്റിയതിന് ശേഷമുള്ള അളവിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അതായത് കൺമുന്നിൽ അവിടെ ഭക്തർ നിൽക്കുമ്പോൾ തന്നെ വലിയ തട്ടിപ്പ് നടത്തുകയാണ്. നട തുറന്നിരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് ഭക്തരുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ വളരെ സുതാര്യമായ രീതിയിൽ നടത്തിയ തട്ടിപ്പ്. ഇതെല്ലാം എങ്ങനെയാണ് അവിടെ നടക്കുന്നതെന്ന് കൃത്യമായ ധാരണയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ആ കോടതി എടുത്ത് ചോദിച്ചതാണ്, ഈ വിശ്വാസ്യയോഗ്യത ഇല്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ വിശ്വസിച്ചതിലൂടെ നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടില്ലേ എന്ന ചോദ്യം. നന്ദൻ വരുമ്പോൾ ഇത്ര സുതാര്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര സമർത്ഥമായി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഹോളിവുഡ് സിനിമകളിലേക്ക് പോലെ മണി ഹീസ്റ്റ് പോലെയുള്ള വലിയ തട്ടിപ്പുകൾ അതുപോലെ തന്നെ നടത്തിയ ഒരു തട്ടിപ്പായി തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളൊന്നും ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ നടത്തിയെന്ന് പറയേണ്ടി വരുന്നുണ്ട്. 100% വളരെ കൃത്യമായ നിരീക്ഷണമാണ്. കാരണം നമ്മുടെ രാജ്യം തന്നെ വിറകലിച്ചു പോകും ഇങ്ങനത്തെ ഉള്ളൊരു കള്ളത്തരം പരസ്യമായിട്ട് ഭക്തരുടെ മുമ്പിൽ വെച്ച്. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവരൊരു ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നൊരു ധാരണ. സൈക്കോളജിക്കലായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാര് ഈ പ്രേക്ഷകർ അല്ലെങ്കിൽ ഭക്തരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതിന് മോഷണമല്ല എന്ന രീതിയിൽ വളരെ വിദഗ്ധമായിട്ട്, ഞാൻ നേരെ പറഞ്ഞത് കറക്റ്റാണ്, ഇന്ത്യ പോലും ഞെട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇതുവരെ ദർശിക്കാത്ത രീതിയിലുള്ള പരിപാവനമായ ശബരിമല ഈ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുകക്ഷി. ഈ നന്ദകൻ എന്ന് പറയുന്ന ആരാണെന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഈ മുരാരി ബാബുവിനെ പോലെയുള്ളവര് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ധമായിട്ട് വിശ്വസിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ചേർന്ന് നടത്തിയ പകൽക്കൊള്ളയാണ് ഇപ്പം നമ്മുടെ ശബരിമല നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തായതുകൊണ്ട് മാത്രമാണ് ഈ കൊള്ള ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതും പിന്നെ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള നമ്മുടെ അയ്യപ്പ സംഗമത്തെ തകർക്കാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രതിപക്ഷത്തിന്റെ എന്താ പറയുക ഒരു ഗൂഢാലോചന എന്താണെന്നുള്ളവരും പൊതുസമൂഹത്തിന് മനസ്സിലായി. നമ്മളിപ്പോൾ ആരോപണമായിട്ട് പറയുന്നില്ല, നമ്മുടെ തെളിവില്ല. എങ്കിലും ഈ പീഠം കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് കള്ളം തന്നെ പരാതി കൊടുത്തപ്പോൾ അതിൽ കൃത്യമായി കർശനമായ രീതിയിൽ അതിൽ നടപടി സ്വീകരിക്കുകയും
ഹൈക്കോടതി ഇടപെട്ടപ്പോഴത്തേക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണ ഏജൻസിയെ, ആ അന്വേഷണ ഏജൻസിയെ പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനായിട്ട് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എത്ര മോശമാണ്. അവർക്ക് ശബരിമലയിലെ കൊള്ള തെളിയിക്കുക എന്നുള്ളതല്ല, സർക്കാരിന്റെ നാണം കെടുത്ത് അപമാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാര് ഈ പോറ്റിയായിട്ട് നടത്തിയിട്ടുള്ള ഈ പകൽക്കൊള്ള, പട്ടാപ്പകലുള്ള കൊള്ള, അതൊരുപക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആദ്യത്തെ രീതിയിലുള്ള കൊള്ളയായിരിക്കും. കള്ളന്മാര് പക്ഷേ പാതിരാത്രിക്ക് വലിഞ്ഞു കയറിയ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് അവിടെ വെച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ നടത്തിയൊരു പകൽക്കൊള്ളയാണ്. കർശനമായിട്ട് ഇതിനുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ കൊള്ള പുറത്തറിയത്തില്ലായിരുന്നു. അതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഇത് നെല്ലും ശരി, വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്. ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച